മരട് പാലം, അതായത് ആദ്യത്തെ പാലമാണ്, രണ്ടാമത്തെ പാലമല്ല, മറ്റേ ഒത്തിരി കട്ടറുള്ള ഒരു പാലത്തെ ഉള്ള ഒരു സീനായി കണ്ടത്. അവിടെ എന്താ സംഭവിച്ചേക്കെന്ന് വെച്ചാൽ ഒരു ഓട്ടോ ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട് പാലത്തേൽ. അതവിടെ ഓട്ടോ കിടപ്പുണ്ട്, ഓട്ടോക്കാരൻ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. വരുന്ന വണ്ടികളൊക്കെ തോന്നിയ പോലെ കുത്തിക്കയറ്റിയും തിരിച്ചു മറിച്ചും ഒക്കെ പോകുന്നതിന്റെ ഒരു വലിയ ബ്ലോക്ക്. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആ പാലത്തിന്റെ അപ്പുറത്ത് കിടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതാ സംഭവം എന്ന്. അപ്പൊ നോക്കിയാൽ പിന്നെ മുന്നോട്ട് ഇത് തന്നെ. ഇന്ന് രാവിലെ അതുവഴി പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഏകദേശം ഇപ്പൊ എത്ര മണിയായി? 10 മണിയായി, 10:30, 10:15 തൊട്ട് ആ പാലത്തെ കൂടെ കയറി ഇറങ്ങുന്നവർ ഇത് കാണുന്നുണ്ടാവും. 10 തൊട്ട് കാണും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയി ഞാനിത് കിടക്കുന്നു. അപ്പൊ അതിന് മുമ്പാണോ കിടന്നത് ഈ ഓട്ടോ? ഇപ്പോഴും അതവിടെ കിടക്കുമോ? അതിന് തിരിച്ചു വരുമ്പോൾ എനിക്കറിയത്തില്ല, അതുപോലെ തന്നെ ആയിരിക്കുമെന്ന്. അപ്പൊ എത്ര മണിയാകുമോ എന്തോ. ഇതിനകത്തുള്ള രസം എന്നാണെന്നറിയോ? ഈ ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞവർ അപ്പം തന്നെ അവിടെ എത്തണം. ട്രാഫിക് പോലീസിനെ വിളിച്ച് അറിയിച്ച് അവരിന് എഴുന്നള്ളി ഏത് മുഹൂർത്തമൊക്കെ നോക്കി എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. ഇവരെങ്ങനെ ഇത് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് എങ്ങനെ അറിയുമെന്ന്. ഈ ആവശ്യം ഇല്ലാത്തടത്തൊക്കെ പോയി വായും പൊളിച്ച് നിൽക്കുന്ന കാണാം കുറെ ഊളകള്. എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? ഇവിടെ എന്തോരം ബ്ലോക്ക് ഉണ്ട്. ആ ലുലുമോളിന്റെ അവിടെ വെള്ളം പൊങ്ങി നാട്ടുകാരിടപെട്ടുക കിടന്ന്. നാട്ടുകാരൊക്കെ റോഡിൽ നിന്ന് കയ്യും കാലും ഇട്ടടിക്കുക. അന്നും ട്രാഫിക് പോലീസിനെ കണ്ടില്ല. ഇവിടെ ട്രാഫിക് പോലീസ് ഇല്ലേ? ഇനി സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് മാത്രമേ ഒരു പ്രശ്നമായിട്ട് ഇവർ കാണുന്നുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ആണെന്ന് പറയുന്ന ഒരു മണ്ടന്മാരെ ലോകത്ത് വേറെ എവിടെയും കാണത്തില്ല. വേറൊരു സാധനം നടക്കുന്നുണ്ട്. അരൂര് മുതൽ ആ ചേർത്തല വരെയുള്ള ഒരു പുതിയ ഫ്ലൈ ഓവർ പണിയുന്നൊരു സ്ഥലം കണ്ടിട്ടില്ലേ? അവിടുത്തെ സൈഡിൽ കൂടെ ടെമ്പററി റോഡാ. ടെമ്പററി ആണെങ്കിൽ പോലും എന്താണേലും ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷമെങ്കിലും ആ സംഭവം അതുപോലെ തന്നെ കിടക്കും. അല്ലെ വേണ്ട 2 വർഷം കിടക്കുമെന്ന് വിചാരിച്ചു. അതിനകത്ത് വന്ന് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ വന്ന് കുഴി വീണ് ചെളിക്കകത്തൊക്കെ വീണ് വണ്ടികളൊക്കെ അതുവഴി പോകുന്ന വലിയ ഓഫ് റോഡിങ്ങുകാർ പോകുന്ന പോലെയാ പോകുന്നത്. ഇതിനകത്തൊരു കോമഡി ഉണ്ട്. ഈ പണി നടക്കുമ്പോൾ ഈ സൈഡിൽ കൂടെ ഇത്രയും വണ്ടി പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഡെയിലി എല്ലാരും പോകുന്നവരാണ്, പോകേണ്ടവരാണ് അല്ലേ? അങ്ങനെ പോകേണ്ട വഴി ഇത്രയും മോശമാക്കി ഇടുന്നത് ശരിയാണോ? അത്രയും നഷ്ടം ആരാ സഹിക്കുന്നത്? ഈ പണി തന്നെ ഒരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അത് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എത്രയോ കോടികൾ മുടക്കി. നഷ്ടം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത്രയും പൈസ മുടക്കിയാണ് ഈ പറഞ്ഞ ഈ യാത്രക്കാരടക്കം ഉള്ളവര് ഇതിന് ടാക്സ് അടച്ച് ഈ പണിക്കുള്ള ഇൻവെസ്റ്റ്മെന്റും ചെയ്ത് ഇതിന്റെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. അവര് ഈ ഒരു 2 വർഷമല്ലോ എത്ര വർഷം ഈ കൺസ്ട്രക്ഷൻ ഉണ്ടോ അത്രയും നാളും സമയം വേസ്റ്റ്, അതുപോലെ തന്നെ അത്രയും പെട്രോൾ വേസ്റ്റ്. ഈ വണ്ടി വെറുതെ ഓണായി കിടക്കുന്നു. വേറെ ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഈ റോഡിൽ കൂടെ ഓടിച്ചാൽ വണ്ടി കഴുകാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ വേസ്റ്റ് എല്ലാം സഹിക്കണം. ഇതൊന്നും ആരും പറയത്തില്ല. ഇതൊന്നും മനസ്സിലാകുന്നില്ല ആളുകൾക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ ഇങ്ങനെയെന്ന്. ഇതൊക്കെ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അത് അങ്ങനെയല്ല, മനസ്സിലായോ? എല്ലാ ദിവസവും അതുവഴി വണ്ടിക്കാർ പൊക്കോണ്ടിരിക്കുന്ന വഴി കുഴിയായാലും അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നോണ്ടാ എന്നാ പറയുന്നത്. അങ്ങനല്ലത്, അങ്ങനെ പാടില്ലല്ലോ. അതൊക്കെ തെണ്ടിത്തരമല്ലേ? അതൊന്നും നമ്മൾ കാണത്തില്ല. സഞ്ജു ടെക്കിയുടെ കാറിനകത്ത് വെള്ളം പിടിക്കാൻ പോയവന്മാരെ എന്തോ പറഞ്ഞ കോടതി ഇടപെടുന്നു, വീഡിയോ ഇടപെടുന്നു, എല്ലാം ഇടപെടുന്നു. ഇതുവഴി വണ്ടി ഓടിക്കുന്നവർക്ക് ഇങ്ങോട്ട് കാശ് കൊടുക്കണം. ടാക്സ് അടയ്ക്കുന്ന റോഡ് ഇതല്ല. നമ്മൾ ടാക്സ് അടച്ചിട്ട് യാത്ര ചെയ്യേണ്ട റോഡ് അതാണോ? പിന്നെ വണ്ടിക്ക് പണി, വണ്ടി കഴുകല്, സ്പെഷ്യൽ കഴുകലാ. ഇത് ചെളിയെല്ലാം കൂടെ തെറിച്ച് എല്ലാ വണ്ടിയിലും വീഴുമല്ലേ? നിങ്ങൾ എല്ലാവരും അതിൽ പോയിട്ട് എത്ര പ്രാവശ്യം വണ്ടി കഴുകിയിട്ടുണ്ട്? മഴ പെയ്തപ്പോ തൊട്ട് എന്തോരം കുളവാ അവിടെ. അതിന് മുമ്പാണ്ട് മെച്ചമാണ്. അതുമല്ല, ചാടി 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 എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഇത്രയും മണിക്കൂർ എടുക്കും അവിടെ നിന്ന് പാസ് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണോ വേണ്ടത്? കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും, പക്ഷെ അപ്പുറത്തുള്ള വഴി ഇച്ചിരി മര്യാദയ്ക്കാക്കി അത് നല്ല വീതി ഉണ്ട് ആ വഴിക്ക്. അതുപോലും ചെയ്യാതെ തോന്നി പോലിട്ട് കളിക്കുന്നിടത്തൊന്നും ഇല്ലാത്തൊരു കുഴപ്പമാണ് ഇവര് കണ്ടുപിടിക്കുന്ന ഈ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, പേപ്പർ ചെക്കിങ്, ബഹളം. ഇത് കണ്ണിപ്പൊടിയിടലാണ്. മനസ്സിലായി? ഇങ്ങനെ പറ്റിക്കും ആൾക്കാരെ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവരെന്തോ വലിയ പണിയെടുക്കുന്നത്. ഇവരുടെ പണി ഇതാണോ ശരിക്കും? ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസുകാരെ കാണുന്നില്ല ഇപ്പോ. ഇവരെവിടെ പോയിരിക്കുക? അന്ന് ഞാൻ എടപ്പള്ളിയിൽ ഇതുപോലെ തന്നെ പോസ്റ്റ് ഇട്ടു. ഇവിടെ ഇല്ല, ഇവിടെ പോലീസ് ഇല്ല. നാട്ടുകാർ കയ്യും കാലും ഇട്ട് കാണിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കൊച്ചു പിള്ളേർ ഇറങ്ങി ട്രാഫിക് കൺട്രോൾ ചെയ്യും. അത് ആ സ്ഥലം ഒന്ന് ആലോചിക്ക്. അത്രയും ട്രാഫിക് ഉള്ളൊരു സ്ഥലമാണ് ലുലുമോളിന്റെ ഫ്രണ്ടില്. അവിടെ വെള്ളം പൊങ്ങുന്നേ. അവിടെ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ ഇവരാരും ഇല്ല. ഒരു വണ്ടി പോലും പോലീസിന് ഞാൻ കണ്ടില്ലെന്ന്. അന്നും വീഡിയോ ഇട്ടു. ഇന്ന് കണ്ട് ഇവിടെ ഒരു ബ്ലോക്ക് കിടക്കുക കുറെ നേരമായി. ഈ മന്ത്രിമാർ വരുമ്പോ ബ്ലോക്ക് ഉണ്ടാക്കാൻ വരും ഇവര്. മനസ്സിലായില്ലേ? ആ സമയത്ത് കുറെ പോലീസുകാരെ കാണാൻ പറ്റും. ഇത് നിസ്സാര സംഭവമുള്ള ആ ഓട്ടോ അപ്പൊ തന്നെ എടുത്തോണ്ട് പോകണം. ഒന്നാമത് ഇത് അറിയിക്കേണ്ട ട്രാഫിക് പോലീസിനെയാണ്. അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ടി വേണം ഇത് മാറ്റാൻ. അല്ലാതെ ഇയാളൊരു പ്രൈവറ്റ് വണ്ടി വിളിച്ച് മാറ്റുന്ന സീനല്ല നടക്കേണ്ടത്. എന്നിട്ട് വല്ലോ ഫീസ് ഉണ്ട് അത് കൊടുക്കണം. അയാളെ എന്താണ് ഇയാൾ വിളിച്ചോണ്ട് പോകുന്നത്? അത് അവര് വേണം അത് മാനേജ് ചെയ്യാൻ. റോഡിൽ കിടക്കുന്ന വണ്ടിയാ. അതിനപ്പം തന്നെ പോലീസ് വന്ന് അവിടെ ട്രാഫിക്കും കൺട്രോൾ ചെയ്യണം.
അല്ല ഇതെന്തുവാ ഇത്ര ഉത്സാഹം? മറ്റേ ആ ഹെൽമെറ്റ് പിടിക്കുന്നിടത്തും സഞ്ജു ടെക്കിയുടെ വണ്ടി പിടിച്ചെടുത്തും വളയെന്ന് പറഞ്ഞപ്പോ ഈ ചെറുക്കന്റെ ചവിട്ടിപ്പൊളിച്ച പോലീസിന് അത്രയ്ക്ക് ഉത്സാഹമുള്ളവർ എവിടെ? ഇവരൊക്കെ എന്തോ ചെയ്യാതിരിക്കും? ഇവർക്ക് ഇതൊക്കെ ഉള്ളോ ഇപ്പൊ ചെയ്യാനായിട്ട്? എന്തൊരു നാണം കെട്ട ഇടപാടാ ഇത്! എത്രയോ മനുഷ്യർ വഴി കിടക്കുവാ, കിടന്ന് നേരങ്ങി നോക്കിയപ്പോ ഇതാ സംഭവം. ഒരു ഓട്ടോ വന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ വേറെ ഞാനുണ്ട്, ഓട്ടോ ബ്രേക്ക് ഡൗൺ ആകുന്ന പോലെ അല്ലല്ലോ അല്ലേ വണ്ടിക്കകത്ത് വെള്ളം എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു സിവിയറിറ്റി മനസ്സിലായല്ലോ. അന്ന് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല, ഒരുത്തൻ മരിച്ചിട്ടില്ല, ഒരുത്തിനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒരുത്തിന്റെ വണ്ടിയെ ചെളിതെറിച്ചിട്ടില്ല, മെയിൻ്റെനൻസ് പ്രശ്നം ഉണ്ടായിട്ടില്ല, സ്ലോ ആയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും സഞ്ജിട്ടേക്ക് ഈ വെള്ളം കൊണ്ട് പോകുന്നുമില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ഇമാതിരി കൂതറ പരിപാടി കാണിക്കാൻ മാത്രം കഴിവുള്ള ആളുകൾ എവിടെ നിന്ന് വന്നു? എനിക്കതാ മനസ്സിലാകാത്ത. ഈ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉന്നത പദവികളിലൊക്കെ ഇരിക്കുന്നവന്മാർ ഇങ്ങനത്തെ കഴിവുള്ളവരാണെന്ന് പറയുമ്പോൾ എന്തൊരു കഴിവേറിയ ആൾക്കാരല്ലേ. കഴിവ് അങ്ങോട്ട് ഏറി കഴിവ് മുറ്റി കഴിവേറി എന്ന് പറയുന്ന പോലുള്ള ആളുകളാണോ ഈ പറഞ്ഞ ഈ സംവിധാനത്തിലൊക്കെ ഇപ്പൊ ജോലി ചെയ്യുന്നത്? അത് MVD, കോടതി എല്ലാരും അങ്ങ് ഇടപെടുക. ഇതിനകത്ത് എന്താ ഇടപെടാത്ത? ഇതൊന്നും ആർക്കും അറിയത്തില്ലേ? ഇതെന്താ ഇവരൊക്കെ ഇതിനകത്തല്ലേ ഇടപെടണ്ടേ ശരിക്കും പറഞ്ഞ? അല്ലാതെ എന്തോ പൊട്ടത്തിനെ ഒരു ചെറുക്കം കാണിച്ചു അതിന് അത്രയും സിവിയറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി. മന്ത്രി ഇടപെടുന്നു, എന്തൊക്കെ ബഹളവാ അവിടെ. എറണാകുളത്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതാണ്ട് ചെളിക്കുഴി ആയെന്നും പറഞ്ഞുകൊണ്ട് വർഷം കുറെ ആയിട്ട് ആൾക്കാർ പ്രതിഷേധം എന്നല്ല പറയേണ്ടത്, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും കാണത്തില്ല, അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഇവിടെ. ഇതൊക്കെ നിസ്സാര സംഭവം കേട്ടോ, ഇത് വലിയ ആന സംഭവം അല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് പേര് വഴി കിടക്കുന്നുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത പൊട്ടത്തരം കാരണം. എന്നിട്ട് ഇവന്മാർ എവിടെ? എനിക്കതറിയാം. ഇവർക്ക് വേറെന്താ പണി? ഇതേ സമയത്ത് ഈ കൊച്ചിയുടെ ഈ പരിസരത്തുള്ള ഈ പരിധിയിൽ എവിടെയാണ് ബ്ലോക്ക്, അല്ലെ എവിടെയാണ് ഇവർ ജോലി ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. വല്ലയിടത്തും ഹെൽമെറ്റ് പിടിക്കാൻ പാത്ത് നിപ്പുണ്ടാവും, അല്ലെ എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കാൻ നിപ്പുണ്ടാവും. അതാ ഇപ്പോഴത്തെ പണി ഇവരുടെ. അവർക്ക് ശരിക്കും ഇവരുടെ ജോലി എന്താണെന്ന് അറിയാവുന്നതിന് സംശയമുണ്ട്. ഇവരെന്തിനാ ജീവിക്കുന്നതെന്ന് സംശയമുണ്ട്. ഇതൊക്കെ ഒരു ജീവിതമാണോ? ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവരെല്ലാം കുറെ നേരമായി അവിടെ. ആൾക്കാർ ഇപ്പോഴും കിടക്കുമായിരിക്കും, ഇനി തിരിച്ചു ചെല്ലുമ്പോൾ കാണാം.